ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും കുരിശിൽ ഈശോ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ചിന്തിയ വിലയേറെ തിരുരക്തത്തെയും കുറിച്ചുള്ള ചിന്തകൾ പങ്കുവയ്ക്കുന്ന തുടരുകയാണ്. യേശുവിൻ്റെ തിരുരക്തം നമ്മളുടെ ജീവിതത്തെ എത്രമാത്രം വിശുദ്ധീകരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മനുഷ്യ ശരീരത്തിൽ ആന്തരിക ശുദ്ധീകരണ പ്രക്രിയയിൽ അതിനിർണായക പങ്ക് വഹിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തമാണ്. ഓരോ മനുഷ്യൻ്റെയും ശരീരത്തിൽ 5-6 ലിറ്റർ രക്തമാണെന്നാണ് പറയുന്നത്. ഇതേ രക്തം തന്നെ ഓരോ നിമിഷവും നമ്മളുടെ ശരീരത്തിനുള്ളിൽ രക്തചംക്രമണ പ്രക്രിയയിലൂടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ശുദ്ധവായുവും മറ്റു മൂലകങ്ങളും ഓരോ കോശങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കുകയും ശാരീരിക പ്രവർത്തനങ്ങളിൽ നിന്ന് ഉത്ഭൂതമാകുന്ന അശുദ്ധവായുവായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയും മറ്റ് മാലിന്യങ്ങളെയും കരളിലേക്കും വൃക്കയിലേക്കും കൊണ്ടുവന്ന് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത് നമ്മളുടെ ശരീരത്തിനുള്ളിലെ രക്തമാണ്. എങ്കിലും നമുക്കറിയാം, രക്തത്തിന് അതിൽ തന്നെ ശുദ്ധീകരണ ശക്തിയില്ല. ഒരു വ്യക്തിക്ക് പാമ്പ് കടിയേറ്റാൽ അല്ലെങ്കിൽ പുറമേ നിന്നുള്ളൊരു വിഷം രക്തത്തിൽ കലരാനിടയായാൽ അത് ഈ രക്തചംക്രമണ പ്രക്രിയയിലൂടെ ശരീരത്തിലുടനീളം വളരെ പെട്ടെന്ന് വ്യാപിക്കുകയും അത് മരണത്തിന് കാരണമാവുകയും ചെയ്യും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നുള്ള വചനമുണ്ട്. ഒരു വ്യക്തിയുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കലരുന്ന പാപക്കറകളിൽ നിന്ന് ആ വ്യക്തിയെ കഴുകി വിശുദ്ധീകരിക്കാനായിട്ടുള്ള യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ വിശുദ്ധ യോഹന്നാൻ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കുരിശിൽ ഈശോ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ചിന്തിയ അവിടുത്തെ വിലയേറിയ തിരുരക്തം നമ്മുടെ അനുദിന ജീവിതത്തിൽ വിശുദ്ധീകരണ പ്രക്രിയയിലേക്ക്, പ്രകാശത്തിൻ്റെ ജീവിതത്തിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നതിന് ഈശോയുടെ തിരുരക്തത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ശുദ്ധീകരണ ശക്തി നാം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഇത് അനേകം ഉദാഹരണങ്ങളിലൂടെ യേശുവിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ശുദ്ധീകരണ ശക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു വ്യക്തിയുടെ മദ്യപാനാസക്തിയെ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അയാളുടെ മദ്യപാനാസക്തിയിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് അയാൾക്ക് വിമോചനം ലഭിക്കുന്ന അനുഭവങ്ങളുണ്ട്. ജഡികാസക്തിയാൽ വലയുന്ന മനുഷ്യര് അവരുടെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തോട്, അവിടുത്തെ കുരിശുമരണത്തോട്, കുരിശിൽ അവിടുന്ന് നമുക്ക് വേണ്ടി ഒഴുക്കിയ തിരുരക്തത്തോട് ചേർത്ത് വെച്ച് തിരുരക്തൽ കഴുകി പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള വിമോചനം ജഡികാസക്തിയുടെ മേഖലകളിൽ നിന്ന് മനുഷ്യർ സ്വീകരിക്കുന്ന അനുഭവങ്ങളുണ്ട്. മരുന്നിന് മാത്രം മാറ്റാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്ന നമ്മളുടെ ശരീരത്തിലെ രോഗാണുക്കളെയും രോഗസാഹചര്യങ്ങളെയും യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ഉന്മേഷം നിറഞ്ഞ പുതിയൊരു ശരീരം ലഭിക്കുന്നതിന് വേണ്ടി ഉള്ള പ്രാർത്ഥനകൾ ആധുനിക ധ്യാന ഗുരുക്കന്മാർ ഉപയോഗിക്കാറുണ്ട്. ഇത് വളരെയധികം ഉന്നതമായ ചിന്തകൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഓരോ ദിവസവും യേശുവിൻ്റെ തിരുരക്തത്താൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും മനസാക്ഷിയെയും നമ്മുടെ ബുദ്ധിയെയും ചിന്തകളെയും ഭാവനകളെയും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും നമ്മുടെ ആന്തരികേന്ദ്രിയങ്ങളെയും നമ്മളുടെ പ്രവർത്തന മേഖലകളെയും മാനുഷിക ബന്ധങ്ങളെയും എല്ലാം കഴുകി വിശുദ്ധീകരിക്കാനായിട്ട് നാം പ്രാർത്ഥിക്കുമെങ്കിൽ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള വിശുദ്ധീകരണ ശക്തി നമുക്ക് അനുഭവിക്കാനും അതിനെ തുടർന്ന് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഉന്മേഷം നിറഞ്ഞ ജീവൻ നയിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. സ്വയമേ നമുക്ക് സാധിക്കാത്ത കാര്യം
നമുക്ക് വേണ്ടി നേടിത്തന്ന ക്രിസ്തുവിൻ്റെ വിലയേറിയ തിരുരക്തത്തിൻ്റെ വലിയ യോഗ്യതകൾ പ്രിയപ്പെട്ടവർ ഈ നോമ്പുകാലത്ത് പ്രത്യേകമായിട്ടും തിരുരക്തത്തെക്കുറിച്ചുള്ള ധ്യാനത്തിലൂടെ സമർപ്പണ പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കാനും അതുവഴി പ്രകാശം നിറഞ്ഞ വിശുദ്ധി നിറഞ്ഞ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടും നമുക്ക് ഓരോരുത്തരും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവം നിങ്ങൾ ഓരോരുത്തരെയും